ഹായ് എവരി വൺ ഇങ്ക്ബ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലാംഗ്വേജ് കോർ പേപ്പറുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്, എസ്പെഷ്യലി ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ യൂണിറ്റ് നമ്പർ 1 ആണ്. ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ, ദെൻ ദി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പെട്ടെന്ന് ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വരുന്ന ക്ലാസ്സുകളിൽ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും പുതിയ ടോപ്പിക്കുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ. Communication is a basic human activity. It helps people exchange information and ideas. Every day we communicate with family, friends, teachers and colleagues. അപ്പം നമുക്കറിയാം ഇതൊരു ബേസിക് ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനാണ്, അതുപോലെ തന്നെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആർക്കിടയിലൊക്കെയാണ് കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്? ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും, അതുപോലെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിനിടയിലും, ടീച്ചേഴ്സിൻ്റെ ഇടയിലും, അതുപോലെ തന്നെ കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത്, അല്ലേ? അതുപോലെ തന്നെ ഇതൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് റിലേഷൻഷിപ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, അല്ലേ? അപ്പം നമുക്ക് അറിയാം കൂടുതൽ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലായിരിക്കും റിലേഷൻഷിപ്പുകളും ബോണ്ടുകളൊക്കെ ഫോം ചെയ്യുന്നത്, അല്ലെ? അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ മനസ്സിലാക്കാനൊക്കെ കമ്മ്യൂണിക്കേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇൻ മോഡേൺ സൊസൈറ്റി കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എസെൻഷ്യൽ ഫോർ എഡ്യൂക്കേഷൻ, ബിസിനസ് ആൻഡ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും മോഡേൺ സൊസൈറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഏതൊക്കെ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും, ബിസിനസ് ഫീൽഡിലാണെങ്കിലും, സോഷ്യൽ ഇൻറ്ററാക്ഷനിലാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ദി ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ, അല്ലേ? അപ്പം ശ്രദ്ധിക്കുക, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ത്രൂ ഔട്ട് ഈ ഒരു കോഴ്സിൽ. അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ചോദിക്കും. അപ്പോൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും അതിൻ്റെ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കെയർ എന്ന ഈ ഒരു വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ലാറ്റിൻ വേർഡാണ്. ദ വേർഡ് കമ്മ്യൂണിക്കെയർ മീൻസ് ടു ഷെയർ, ടു മേക്ക് കോമൺ ഓർ ടു ഇൻഫോം, അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ഷെയർ അല്ലെങ്കിൽ ടു മേക്ക് കോമൺ അല്ലെങ്കിൽ ടു ഇൻഫോം എന്ന മീനിങ് വരുന്ന കമ്മ്യൂണിക്കെയർ എന്ന ഈ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. Communication involves sharing ideas, information, and feeling with others. It helps people create mutual understanding. Communication can take place through the language, signs, gestures, and behavior. അപ്പം നമുക്ക് കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ പല രൂപത്തിലും വരാറുണ്ട്. ഏതൊക്കെ രൂപത്തിലാവാം? ദാറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഇവിടെ ഉപയോഗിക്കുന്ന മീനിങ് വേർഡ്സ് ഉപയോഗിച്ചിട്ടാവാം, അതുപോലെ തന്നെ സൈൻസ് ഉപയോഗിച്ചിട്ടാവാം, ജെസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടാവാം, ബിഹേവിയർ ഉപയോഗിച്ചിട്ടാവാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, മറ്റൊന്നാണ് ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നോക്കാം. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ 2 or more people. അപ്പം ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത അത് എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ്, അല്ലേ? എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. എന്താ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്? ഇൻഫോർമേഷൻ ബിറ്റ്വീൻ 2 or more people.
എ മെത്തേഡാണ്, അതുപോലെ തന്നെ ത്രൂ വിച്ച് പീപ്പിൾ എക്സ്പ്രസ് ദെയർ തോട്ട്സ് ഫീലിങ്സ് ആൻഡ് ഒപ്പീനിയൻ അല്ലേ. അപ്പം അതുപോലെ മറ്റ് ചില സ്കോളേഴ്സ് കമ്മ്യൂണിക്കേഷൻ ഒരു മെത്തേഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തിനുള്ള ഈ തോട്ടിനെയും ഫീലിങ്സിനെയും ഒപ്പീനിയനെയും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് കമ്മ്യൂണിക്കേഷനെ കാണുന്നത് അല്ലേ. മറ്റ് ചില സ്കോളേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ഒരു സിസ്റ്റം ആയിട്ടാണ്. എ സിസ്റ്റം ദാറ്റ് യൂസേഴ്സ് സിംബൽസ് വേർഡ്സ് ജസ്റ്റേഴ്സ് സൈൻസ് ടു കൺവേ മീനിങ് അല്ലേ. മീനിങ് കൺവേ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ചില സ്കോളേഴ്സ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അതും എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മീനിങ് കൺവേ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിംബൽസ് വേർഡ്സ് ജസ്റ്റേഴ്സ് ഓർ സൈൻ. ഓക്കെ. മറ്റ് ചില സ്കോളേഴ്സ് കൺസിഡർ ചെയ്യുന്നത് ആസ് ആൻ ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി ആയിട്ടാണ്. ദാറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് കണക്ട് ആൻഡ് ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്. അപ്പം മറ്റുള്ള ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് എന്ത് ചില സ്കോളേഴ്സ് ഇതിനെ കാണുന്നത്. അപ്പം ഈ ഒരു ഏതെങ്കിലും ഒരു ഡെഫിനിഷനും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. മറ്റൊന്നാണ് എയിംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. The main aim of communication to share ideas and create understanding അല്ലേ. അപ്പം നമ്മൾ പ്രീവിയസ് പോയിന്റുകളിലെല്ലാം തന്നെ ഹെഡിങ്ങുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഷെയർ ഐഡിയാസ് ആൻഡ് ക്രിയേറ്റ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. അപ്പം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനെ? ഐഡിയാസിനെയും അതുപോലെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. ഐഡിയാസിനെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ക്രിയേറ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. ഒരു പരസ്പരം മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുക എന്നുള്ള ഈ ഒരു രണ്ട് എയിമുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ബാക്കി സെക്കൻഡറി ആയിട്ട് വരുന്ന മറ്റ് എയിംസുകൾ ഏതൊക്കെയാണ് വൺ ബൈ വൺ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് നോക്കാം. ടു എക്സ്പ്രസ് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ക്ലിയർലി, ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് നോളജ്, ബിൽഡ് റിലേഷൻഷിപ്സ് ആൻഡ് കോപ്പറേഷൻ, ടു പെർസ്വേഡ് ഓർ ഇൻഫ്ലുവൻസ് ദി അതേഴ്സ് അല്ലേ. പെർസ്വേഡ് ചെയ്യുക മീൻസ് മറ്റുള്ള ആളുകളെ കൺവിൻസ് ചെയ്യിക്കുക അല്ലേ. നമ്മുടെ ഐഡിയാസിനെയൊക്കെ നമ്മുടെ ഒപ്പീനിയനൊക്കെ മറ്റുള്ള ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഡിസിഷൻസ് അല്ലേ. അതും നമുക്ക് കാണാം, എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് കമ്പനിയിലാവട്ടെ നമ്മുടെ വീടുകളിലാവട്ടെ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം പ്രോബ്ലം സോൾവ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എയിമാണ്. അതുപോലെ തന്നെ ഡെസിഷൻ മേക്ക് ചെയ്യാനോ ചെയ്യുക എന്നുള്ളതെല്ലാം തന്നെ എന്ത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എയിമുകളായിട്ട് വരും. അപ്പം കമ്മ്യൂണിക്കേഷൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. ബേസ്ഡ് ഓൺ ദി ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പുകളാക്കി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പം നമുക്ക് കാണാം ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് വൺ വേയിലായിരിക്കും അല്ലേ. ഒരു സ്പീക്കർ ഉണ്ടായിരിക്കും, ഒരു റിസീവർ ഉണ്ടായിരിക്കും. അപ്പോൾ സ്പീക്കർ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? സംസാരിച്ചു കൊണ്ടേയിരിക്കും, മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. റിസീവർ ഒരു പാസീവ് ലിസണേഴ്സ് ആയിരിക്കും അല്ലേ. അവിടെ ഒരിക്കലും തന്നെ റിസീവർ അല്ലെങ്കിൽ ലിസണർ ഒരിക്കലും അവിടെ സംസാരിക്കില്ല. അപ്പം ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യുന്നത് ഫ്രം പെർട്ടിക്കുലർ ഡയറക്ഷൻ ടു അനദർ ഡയറക്ഷൻ അല്ലേ. ഒരു സെയിം ഡയറക്ഷനിലായിരിക്കും, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അല്ലേ. ദ ഇൻഫർമേഷൻ മൂവ്സ് ഓൺലി ഫ്രം സെൻഡർ ടു റിസീവർ. ദ റിസീവർ കനോട്ട് റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി. ദർ ഈസ് നോ ഫീഡ്ബാക്ക് അല്ലേ. അപ്പം ഒരിക്കലും തന്നെ റിസീവ് ചെയ്യുന്ന ആൾ ലിസണർ ഒരിക്കലും തന്നെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആൻസർ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ റിസീവറാണ് ലിസണറാണ് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത് അല്ലേ. അപ്പം ലിസണർ സംസാരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവില്ല? ഫീഡ്ബാക്കും ഉണ്ടാവില്ല അല്ലേ. ഓഫൺ യൂസ്ഡ് ഇൻ ലെക്ചേഴ്സ്, സ്പീച്ചേഴ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ് അല്ലേ. അനൗൺസ്മെൻറ്റ് നോക്കുക നമ്മൾ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻ്റ് ആവട്ടെ, പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന അനൗൺസ്മെൻ്റ് ആവട്ടെ അല്ലേ. ഇത്തരം വരുന്ന അനൗൺസ്മെൻറ്റുകളൊക്കെ റേഡിയോ അനൗൺസ്മെൻറ്റുകളാവട്ടെ ഇതൊക്കെ വൺ വേ ആണ് അല്ലേ. ചില ലെക്ചേഴ്സൊക്കെ ഇൻറ്ററാക്റ്റീവ് ലെക്ചേഴ്സ് അല്ലാതെ ലെക്ചേഴ്സ് ആണെങ്കിൽ അതും വൺ വേ ആയിരിക്കും. സ്പീച്ചുകളൊക്കെ വൺ വേ ആയിരിക്കും. ഓക്കെ. ഇറ്റ് ഈസ് ഫാസ്റ്റർ ബട്ട് സംടൈം ലെസ് എഫക്റ്റീവ് ബിക്കോസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് കനോട്ട് ബി കറക്റ്റഡ് അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഇൻഫർമേഷൻ ഷോർട്ട് ടൈമിലൊക്കെ നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കും. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. പലപ്പോഴും കാരണം
അവിടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. സ്പീക്കർ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ലിസണേഴ്സ് ആരായിരിക്കും, ഒരു പാസീവ് ലിസണേഴ്സ് ആയിരിക്കും റെസ്പോണ്ട് ചെയ്യാനോ ക്വസ്റ്റ്യൻ ചോദിക്കാനോ ഉള്ള ചാൻസ് ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ദർ വിൽ ബി എ പോസിബിലിറ്റി ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, രണ്ടാമത്തതാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പം ഇൻഫർമേഷൻ രണ്ട് ഡയറക്ഷനിലേക്കും പാസ് ചെയ്യുന്നുണ്ടായിരിക്കും, സെൻഡറും റിസീവറും പരസ്പരം ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നോക്കൂ, എന്താ ഇൻഫർമേഷൻ മൂവ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദി റിസീവർ. റിസീവർ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് ഗീവ് ഫീഡ്ബാക്ക്. അപ്പം ഈ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രത്യേകത, അവിടെ ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ there will be possibility of asking questions അല്ലെ, ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കും. സെൻറ്റർ പോലെ തന്നെ റിസീവർക്ക് എന്തുണ്ടായിരിക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള, സംസാരിക്കാനുള്ള, മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഇൻക്ലൂഡ് കോൺവെർസേഷൻ, മീറ്റിംഗ്സ് ആൻഡ് ഡിസ്കഷൻ അല്ല. ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. കോൺവെർസേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ ആണെങ്കിലൊക്കെ തന്നെ എല്ലാവർക്കും ഒരേ സമയത്ത് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. ടു വേ കമ്മ്യൂണിക്കേഷൻ ഈസ് യൂഷ്വലി മോർ എഫക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ടു വേ കമ്മ്യൂണിക്കേഷൻ സിംഗിൾ വേ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വൺ വേ കമ്മ്യൂണിക്കേഷൻ അപേക്ഷിച്ച് കൂടുതൽ എന്താണ്, എഫക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ ആണ്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ഹാപ്പൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ദ ടു മെയിൻ മെത്തേഡ്സ് കമ്മ്യൂണിക്കേഷനിൽ രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സുകളാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അറിയാം ബൈ യൂസിങ് വേർഡ്സ് അല്ലെ. വെർബൽ മീൻസ് വേർഡ്സ് അല്ലെ. വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് വിത്തൗട്ട് യൂസിങ് വേർഡ്സ് അല്ലെ. സിംബൽസുകൾ, ജെസ്റ്റേഴ്സുകൾ, ബോഡി ലാംഗ്വേജുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നോൺ വെർബൽ. വെർബൽ മീൻസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് വേർഡ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് ബോഡി ലാംഗ്വേജ്, സിംബൽസ്, ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് പെട്ടതാണ്. ഓക്കെ, ബോത്ത് മെത്തേഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓഫൺ വർക്ക് ടുഗെദർ ഇൻ ഡെയിലി കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മളതിന് കമ്പൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. നമ്മൾ വേർഡ്സ് ഉപയോഗിക്കും അല്ലേ. വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് രൂപത്തിലാണ് വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റിട്ടൺ ഫോമിൽ അല്ലേ എഴുതുന്നതും വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ടും കമ്പൈൻ ചെയ്യും അല്ലേ. സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്, ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കും, സിംബൽസ് ഉപയോഗിക്കും, എന്തിനോടൊപ്പം, നമ്മൾ ഈ പറയുന്ന വേർഡ്സിനോടൊപ്പം തന്നെ. അപ്പം ഡേ ടു ഡേ ലൈഫിൽ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, രണ്ടും കമ്പൈൻ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ നോക്കാം മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസേഴ്സ് സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സ് ടു എക്സ്പ്രസ് ഐഡിയാസ് അല്ലേ. അപ്പം നമുക്ക് അറിയാം വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ദാറ്റ് ക്യാൻ ബി രണ്ട് ഫോമിലാവാം, ഏതൊക്കെ, സ്പോക്കൺ ആൻഡ് റിട്ടൺ ഫോമിലാവാം അല്ലേ. അപ്പം നമുക്ക് നോക്കാം, ഈ സ്പോക്കൺ ഫോമിനെ നമ്മൾ പറയുന്ന പേരാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. സംസാരിച്ചുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെ പറയുന്ന പേരാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അപ്പം കമ്മ്യൂണിക്കേഷൻ ത്രൂ സ്പോക്കൺ വേർഡ്സ് എക്സാമ്പിൾ ഇൻക്ലൂഡ് കോൺവെർസേഷൻ, സ്പീച്ചേഴ്സ്, പ്രസൻറ്റേഷൻസ് ആൻഡ് ഫോൺ കോൾ. അപ്പം നമ്മൾ സംസാരിക്കുക അല്ലേ, സംസാരിക്കുന്ന സമയം നമ്മൾ വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പം അങ്ങനെ വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ സ്പോക്കൺ ഫോമിൽ സംസാരിക്കുന്ന, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന, എക്സ്ചേഞ്ച് ചെയ്യുന്ന, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. പക്ഷേ ആൻസർ ചെയ്യുന്ന സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പർട്ടിക്കുലർ വേർഡ്സ് ഉപയോഗിച്ച്, സെൻറ്റൻസ് ഉപയോഗിച്ച്, കീ വേർഡുകൾ ഉപയോഗിച്ചിട്ട് എഴുതുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, ഇനി നോക്കാം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ റിട്ടൺ ഫോമിലാണ്, റിട്ടൺ ലാംഗ്വേജിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ ആണ് ഏതൊക്കെ, ലെറ്റേഴ്സ്, ഇമെയിൽസ്, റിപ്പോർട്ട്സ്, മെസ്സേജസ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, നമ്മൾ പറഞ്ഞ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡിയാസ്, ഇൻഫോർമേഷന്, ഫീലിങ്സ് ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഏത് രൂപത്തിലായിരിക്കും, റിട്ടൺ ഫോമിലായിരിക്കും, ബൈ യൂസിങ് വേർഡ്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കാം നമുക്ക്
ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, യെസ്. ഇനി നോക്കൂ, വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് രൂപത്തിലാണ്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇനി നോക്കാം, നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നോക്കാം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ റെഫേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് യൂസിങ് വേർഡ്സ്. ഇറ്റ് ഓഫൺ സപ്പോർട്ട്സ് ഓർ സ്ട്രെങ്തൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അല്ല, പലപ്പോഴും നമുക്ക് കാണാം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ വെർബൽ കമ്മ്യൂണിക്കേഷനെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത്. അല്ല, സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്ന ജസ്റ്റേഴ്സും സിംബൽസും സിഗ്നൽസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം ഇറ്റ് ഓപ്പൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്തിനെ? വെർബൽ കമ്മ്യൂണിക്കേഷനെ, അല്ലേ? ഇനി നോക്കാം ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വിഷ്വൽ ഓർ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ, അല്ലേ? വിഷ്വലായിട്ട് യൂസ് ചെയ്യാറുണ്ട് പലതും. ഏതൊക്കെ വിഷ്വൽ ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? ഇൻക്ലൂഡ് സൈൻസ്, സിംബൽസ്, ചാർട്ട്സ്, ഡയഗ്രാംസ് ആൻഡ് പിക്ചേഴ്സ്, അല്ലേ? അതുപോലെ തന്നെ സിംബൽസ് നോക്കുന്ന സമയത്ത് ട്രാഫിക് സിഗ്നൽസ്, പബ്ലിക് നോട്ടീസ്, അഡ്വർടൈസ്മെൻറ്റ്, അല്ലേ? അപ്പം നമുക്ക് കാണാൻ സാധിക്കും ചിലതൊക്കെ, ചില പിക്ചേഴ്സൊക്കെ നമ്മൾ റെയിൽവേ നമ്മൾ ഉപയോഗിക്കുന്ന ചില സിഗ്നൽസുകൾ നോക്കും നിങ്ങൾ, അല്ലേ? സിഗ്നൽസുകളൊക്കെ ഗ്രീൻ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന യു ടേണിന് കാണിക്കുന്ന ചില സിംബലുകൾ നോക്കും നിങ്ങൾ. ആ യു ടേണൊക്കെ നമുക്ക് കാണാം, അത് വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻസ്റ്റൻ്റായിട്ട് മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പം പലപ്പോഴും നമ്മളത് വായിച്ചു വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു സ്പോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പം ഇൻസ്റ്റൻ്റായിട്ട് മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ പലപ്പോഴും നോൺ വെർബൽ ക്യൂസ് അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് ആയിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അതാണ് നോക്ക് നിങ്ങൾ എന്തൊക്കെ നോക്കൂ, ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, വിഷ്വൽ ഓർ സിംബോളിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ഏതൊക്കെ സൈൻസ്, സിംബൽസ്, ചാർട്ട്സ്, ഡയഗ്രാംസ്, പിക്ചേഴ്സ്, ട്രാഫിക് സിഗ്നൽസ്, പബ്ലിക് നോട്ടീസസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ്, അല്ലേ? അപ്പം ഇതൊക്കെ വേർഡ്സ് ഉപയോഗിക്കാതെ നമ്മൾ വിഷ്വലി എന്ത് ചെയ്യുന്ന മെസ്സേജ് പാസ് ചെയ്യുന്ന സിംബലുകളും സൈൻസ്, ചാർട്ട്, ഡയഗ്രാംസ്, പിക്ചേഴ്സ് ഒക്കെയാണ് ഏതിൽ പെടുന്നത്? വിഷ്വൽസ് ഓർ സിംബോളിക് കമ്മ്യൂണിക്കേഷനിൽ ഉൾക്കൊള്ളുന്നത്. മറ്റൊന്നാണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഏതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് നോക്ക് നിങ്ങൾ. ബോഡി ലാംഗ്വേജ്, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സ്പ്രഷൻസ് ഇൻക്ലൂഡിങ് സച്ച് ആസ് ഫേഷ്യൽ എക്സ്പ്രഷൻ. നോക്ക് നിങ്ങൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ, അല്ലെ? ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടാൽ അറിയാം നമ്മൾ ദേഷ്യപ്പെട്ടിട്ടാണോ, പ്ലസൻ്റ് ആണോ, ഹാപ്പി ആണോ എന്നൊക്കെയുള്ള ആ ഒരു മെസ്സേജ് പാസ് ചെയ്യും നമ്മൾ ഏതിലൂടെ? നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെ, അല്ലേ? അപ്പം ഇങ്ങനെ ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫിസിക്കൽ എക്സ്പ്രഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിന് എക്സാമ്പിളാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഓക്കെ, നോക്കൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഏതൊക്കെ നോക്കൂ. മറ്റ് എക്സാമ്പിൾസും കൂടെ നോക്കൂ. ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്, ജസ്റ്റേഴ്സ്, പോസ്ചർ ആൻഡ് മൂവ്മെൻറ്റ്, അല്ലേ? അപ്പം ഐ കോണ്ടാക്ട് ഒരു വളരെ പ്രധാനപ്പെട്ട പവർഫുൾ കമ്മ്യൂണിക്കേറ്ററാണ്. നമ്മൾ ജസ്റ്റേഴ്സ്, പോസ്ചർ, നമ്മുടെ മൂവ്മെൻറ്റുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, മേജർ സ്റ്റൈൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കാം. പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. അപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റൈൽ, അല്ലെ? ദ വേ ഓഫ് ആ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഏത് രൂപത്തിൽ, അല്ലെ? ഒരാളുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ, ശൈലി, അല്ലെ? രീതി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലേ? അപ്പം ആ ഒരു സ്റ്റൈല് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. ഒരാളുടെ വ്യക്തിത്വമാണ്, സ്വഭാവമാണ് എന്തിനെ തീരുമാനിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈലിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റൈൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അഗ്രസീവ്, അല്ലേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ അഗ്രസീവ് ആവാറുണ്ട്, അല്ലേ? എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് നോക്കൂ. People express their ideas forcefully and dominate others. They may ignore the opinions and feelings of others.
This style often leads to conflict and misunderstanding. അപ്പം അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വളരെ ഫോഴ്സ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ഒക്കെ ഒപ്പീനിയൻസിനെ ഇഗ്നോർ ചെയ്യാറുണ്ട്, മറ്റുള്ള ആളുകളുടെ ഫീലിങ്സിനെയൊക്കെ ഇഗ്നോർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പം ഇത് പലപ്പോഴും എവിടെയൊക്കെ എത്തരത്തിൽ വരുന്ന ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കോൺഫ്ലിക്റ്റുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനും ഒക്കെ കാരണമായിട്ട് മാറാറുണ്ട് അല്ലേ. അപ്പം കമ്മ്യൂണിക്കേഷനിൽ അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഡോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും, വളരെ ഫോഴ്സ്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിന് പറയുന്ന പേരാണ് അഗ്രസീവ്. പാസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ പീപ്പിൾ അവോയ്ഡ് എക്സ്പ്രസിങ് ദെയർ ഒപ്പീനിയൻ ഓർ ഫീലിംഗ് അല്ലെ. അപ്പം ഈ ഒരു പാസീവ് ആയിരിക്കും അല്ലെ, ഒരു മീനിങ് തന്നെ ഉണ്ട് എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. അവർ പലപ്പോഴും വളരെ പാസീവ് ആയിരിക്കും, ഒരിക്കലും അവരുടെ ഒപ്പീനിയനും ഫീലിങ്സും ഒന്നും അവർ എക്സ്പ്രസ് ചെയ്യില്ല അല്ലേ. അവൾ വളരെ പാസീവായിട്ട് അവർ ലിസണേഴ്സ് ആയിരിക്കും അല്ലേ. ദേ മേ അഗ്രി വിത്ത് അതേഴ്സ് ഈവൻ വെൻ ദേ ഡിസഗ്രി അല്ലേ. അപ്പം നമുക്ക് കാണാം ആളുകൾ ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും അതൊരിക്കലും തന്നെ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് അവർക്കൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും അവരൊരിക്കലും എന്ത് ചെയ്യില്ല, ആ ഒരു ഡിസഗ്രിമെൻ്റ് കാണിക്കില്ല, വളരെ പാസീവായിട്ട് എന്ത് ചെയ്യും, അവരെല്ലാം ആക്സെപ്റ്റ് ചെയ്യും. ദിസ് ക്യാൻ ലീഡ് ടു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അല്ലേ. ഇത് പലപ്പോഴും ഈ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരു പക്ഷേ അവരെന്തുകൊണ്ടായിരിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്യൂ ആയിട്ട് മാറും എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ഐഡിയാസുകൾ ഇൻഫർമേഷൻ ഒരിക്കലും തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊന്നാണ് പാസീവ് അഗ്രസീവ് സ്റ്റൈൽ. നോട്ട് ചെയ്ത് വെക്കണേ, മൂന്നാമത്തെ സ്റ്റൈലാണ് പാസീവ് അഗ്രസീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അഗ്രസീവ് ആൻഡ് പാസീവ് സ്റ്റൈൽസ് അല്ലേ. അപ്പോൾ രണ്ട് സ്റ്റൈലിൻ്റെ കോമ്പിനേഷനാണ് പാസീവ് അഗ്രസീവ് സ്റ്റൈൽ. എന്താ ഈ പാസീവ് അഗ്രസീവ് സ്റ്റൈൽ എന്താ നോക്കൂ. പീപ്പിൾ എക്സ്പ്രസ് നെഗറ്റീവ് ഫീലിങ്സ് ഇൻഡയറക്ട്ലി റേദർ ദാൻ ദി ഓപ്പൺലി. ഇപ്പോൾ ഇത്തരം ഈ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, അവർ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പോട്ടിൽ ഒരിക്കലും പ്രതികരിക്കില്ല അല്ലേ. അതാ അവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്, പീപ്പിൾ എക്സ്പ്രസ് എ നെഗറ്റീവ് ഫീലിംഗ് ഇൻഡയറക്ട്ലി റേദർ ദാൻ ഓപ്പൺലി. They may appear calm but show anger through the indirect action അല്ലേ. അപ്പം അവർ വളരെ കാമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും അല്ലേ. പക്ഷേ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുന്ന സമയത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ആക്ഷനിലൂടെ അവരെന്ത് ചെയ്യും, അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ. അതാണ് പാസീവ് അഗ്രസീവ്. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കൂ നിങ്ങൾ. പീപ്പിൾ എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ക്ലിയർലി, കോൺഫിഡൻ്റ്ലി ആൻഡ് റെസ്പെക്റ്റ്ഫുള്ളി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, അവർ അസേർട്ടീവ് എന്ന് പറയുന്ന ആളുകൾ വളരെ സ്പഷ്ടമായിരിക്കും, വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഇത്തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റൈലിന് പറയുന്ന പേരാണിത് അസേർട്ടീവ് സ്റ്റൈൽ. ദേ റെസ്പെക്റ്റ് ബോത്ത് ദെയർ ഓൺ ഒപ്പീനിയൻ ആൻഡ് അതേഴ്സ് ഒപ്പീനിയൻ. ദിസ് ഈസ് കൺസിഡേർഡ് ദി മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ബാലൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ശ്രദ്ധിക്കുക, അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്നാൽ ബാലൻസ്ഡ് ആയിരിക്കും, മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻസിനെ ഫീലിങ്സിനെ ഇമോഷൻസിനൊക്കെ ഇവർ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ബാലൻസ്ഡ് ആയിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും അല്ലെ. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു അഗ്രസീവായിട്ട് ഒരാളോട് പെരുമാറുകയാണെങ്കിൽ ഒരിക്കലും തന്നെ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ. എന്നാൽ മറ്റുള്ള ആളുകളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത്, അംഗീകരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവർ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, മറ്റൊന്നാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് നോക്കാം നമുക്ക്, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ദാറ്റ് ഇൻവോൾവ് സെവറൽ സ്റ്റേജ് അല്ലെ. നമുക്ക് കാണാം പ്രോസസ്സ് എന്ന് പറയുന്നത്, പ്രോസസ്സിൻ്റെ പ്രത്യേകത ദെയർ വിൽ ബി ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും, സെവറൽ സ്റ്റേജുകൾ ഉണ്ടായിരിക്കും. കുക്കിംഗ് ഒരു പ്രോസസ്സാണ്, കാരണം ഒരുപാട് സ്റ്റേജുകളുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസിനെ നമ്മളൊരു കുക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ദാറ്റ് ഇൻവോൾവ് സെവറൽ സ്റ്റേജുകൾ അല്ലേ. 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട 2 സ്റ്റേജാണ് പറയുന്നത്, എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. എൻകോഡിങ് എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. എന്ത് ഐഡിയാസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഓർ ഇമോഷൻസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, അല്ലെങ്കിൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ അല്ലെ. ഇങ്ങനെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റു വ്യക്തിയിലേക്ക് ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണല്ലോ അല്ലേ.
അപ്പം ആ ഒരു പ്രോസസ്സിൽ പ്രധാനമായിട്ടും 2 സ്റ്റേജുകളാണ് വരുന്നത്. ഒന്ന് എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് അല്ലേ. എന്താ ഇത് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ നോക്കൂ. സെൻറ്റർ കൺവേർട്സ് ഐഡിയാസ് ഓർ തോട്ട്സ് ഇൻ ടു വേർഡ്സ്, സിമ്പിൾസ് ഓർ ജസ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ കാണാം, നമ്മളൊരു ഐഡിയാസ് കൺവേ ചെയ്യണം. ഞാനിപ്പം ഈ ഒരു പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് അല്ലെങ്കിൽ ഐഡിയാസ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഐഡിയാസിനെ ഞാൻ എവിടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ ഐഡിയാസിനെയും ഇൻഫോർമേഷനെയും ഇമോഷൻസിനെയും ഒക്കെ വേർഡ്സിലേക്ക്, സിമ്പിളിലേക്ക്, ജസ്റ്റേഴ്സിലൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് എൻകോഡിങ്. ആരാ എൻകോഡ് ചെയ്യുന്നത്? സ്പീക്കറാണ് അല്ലെങ്കിൽ സെൻഡറാണ് ഈ ഒരു എൻകോഡ് ചെയ്യുന്നത് അല്ലേ. ദി മെസ്സേജ് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോം ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ ദി റിസീവർ അല്ലേ. അപ്പം ഐഡിയാസിനെയും ഇൻഫോർമേഷനും ഒക്കെ റിസീവർക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ പറയുന്ന പേരാണ് എൻകോഡിങ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ടീച്ചർ എക്സ്പ്ലെയിനിങ് ദ കോൺസെപ്റ്റ് ഇൻ ക്ലാസ്. ഡീകോഡിംഗ് എന്ന് പറഞ്ഞാൽ നോക്കൂ എന്താണ്? ദ റിസീവർ ഇൻറ്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി മെസ്സേജ് അല്ലേ. അപ്പം നമുക്ക് കാണാം നേരെ റിവേഴ്സ് ആക്ഷനാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റിയാണ് എവിടെ നടക്കുന്നത്? ഡീകോഡിങ്ങിൽ നടക്കുന്നത് അല്ലേ. ഈ വേർഡ്സിനെയും സിമ്പിൾസിനെയും സിഗ്നൽസിലും ഒക്കെ എവിടേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുക? ഐഡിയാസിലേക്കും ഇൻഫോർമേഷനിലേക്കും ഇമോഷൻസിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീകോഡിങ്. ആരാ ഡീകോഡ് ചെയ്യുന്നത്? റിസീവറാണ് ഡീകോഡ് ചെയ്യുക അല്ലേ. അതാണ് റിസീവർ ഇൻറ്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി മെസ്സേജ്. മീനിങ് ഓഫ് മെസ്സേജ് ഈസ് അനലൈസ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ഓക്കെ. ദ റിസീവർ ഇൻറ്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി മെസ്സേജ്. ഓക്കെ, അപ്പം നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ടീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ. അപ്പം നിങ്ങൾ തന്നെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഡീകോഡ് ചെയ്യാണ്. ഞാനാണ് സെൻറ്റർ, ഞാനാണ് സ്പീക്കർ, ഞാനാണ്. നിങ്ങളാണ് ഞാൻ പറയുന്ന ഒരു വേർഡ്സിനെ എങ്ങനെ ഇൻഫോർമേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിസീവേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഡീകോഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ടീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ. Effective communication happens when the receiver understands message correctly. Okay. Then communication is the process of sharing information, ideas and feeling. It plays a vital role in both personal and professional life. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പം പോയിൻറ്റ്സുകൾ നമ്മൾ ഒരുപാട് കവർ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം എൻറ്റയർ യൂണിറ്റ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഈ ഒരു ക്ലാസ്സിൻ്റെ ലെങ്ത് ഇത്രയും കൂടിപ്പോയത്. എനിവേ, നമ്മൾ വീണ്ടും ഈ ഒരു സെയിം കോഴ്സിൽ നമ്മൾ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓരോ യൂണിറ്റിൽ നിന്നും ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.